നമസ്കാരം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് ബദലായി ജി റാംജി, അതായത് വികസിത് ഭാരത് ജി റാംജി എന്ന പേരിൽ ഒരു ബില്ല് കൊണ്ടുവരുന്നു എന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരുപക്ഷെ മലയാള മാധ്യമങ്ങളിൽ ഈ വിവരം ആദ്യം പുറത്തുവിട്ടത് തത്വമയി ന്യൂസാണ്. അങ്ങനെ ഒരു ബില്ല് ഈ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നു. അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പാർലമെന്റിൽ അങ്ങനെ ഒരു ബില്ല് വരാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടാണ് അന്ന് നൽകിയത്. ആ റിപ്പോർട്ട് നൽകിയ ദിവസങ്ങൾക്കകം തന്നെ ബില്ല് ഇന്ന് ലോക്സഭയിൽ എത്തിയിരിക്കുന്നു. ബില്ലിൽ വളരെ പ്രധാനപ്പെട്ട, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഏതാണ്ട് 8 മണിക്കൂറുകളോളം ഈ ബില്ലിനെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. ഇന്ന് പാർലമെന്റിൽ കണ്ടത് ഭരണപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ചടുല നീക്കമാണ് ഇക്കാര്യത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്തു എന്നതിൻ്റെ പേരിൽ തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റുന്നതിനെതിരെ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘടന മാറ്റുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി ഉയർത്തിയത്. അതായത് ഇന്ന് ലോക്സഭ ഇത് ചർച്ചയ്ക്കെടുത്തപ്പോൾ തന്നെ മന്ത്രി ഇതിന് മറുപടി പറയാനായി എഴുന്നേറ്റപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. മഹാത്മാഗാന്ധിയുടെ ചിത്രവുമായി നടുത്തളത്തിൽ ഇറങ്ങി നിന്നാണ് ബില്ലിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം ബഹളം വച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ബില്ലിനെതിരെ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും പ്രതിഷേധമുണ്ട് എന്ന രീതിയിൽ ഒരു വാർത്ത പരന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബില്ല് പാർലമെന്റിന്റെ സംയുക്ത പാർലമെന്ററി സമിതിക്കോ സബ്ജക്റ്റ് കമ്മിറ്റിക്കോ വിടാനുള്ള സാധ്യതയുണ്ട് എന്നും വാർത്തകൾ പരന്നിരുന്നു. പക്ഷേ ആ രീതിയിലേക്ക് ഒന്നുമല്ല കാര്യങ്ങൾ പോയത്. ഈ ബില്ല് എത്രയും വേഗം പാസ്സാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്യുന്നതിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയ തടസ്സവാദങ്ങൾക്കൊക്കെ ചുട്ട മറുപടി തന്നെയാണ് ഭരണപക്ഷം നൽകിയത്. ഇതിന് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. അതായത് മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ സത്യത്തിൽ പാലിക്കുന്ന പാർട്ടി BJP ആണ്. ഗ്രാമങ്ങളുടെ വികസനം അത് മഹാത്മാഗാന്ധിയുടെ സ്വപ്നമാണ്. ഗ്രാമങ്ങളുടെ വികസനത്തിനും ഒരു വികസിത ഭാരതത്തിനും വേണ്ടിയിട്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. ഈ ബില്ല് അത്രമാത്രം കാര്യക്ഷമമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് സർക്കാരിന് അറിയാം. മഹാത്മാഗാന്ധിയുടെ പേര് ആദ്യം ഈ ബില്ലിന് നൽകിയിരുന്നില്ല. UPA സർക്കാർ കൊണ്ടുവന്നപ്പോൾ ഇത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു ആ ബില്ലിൻ്റെ പേര്. അടുത്ത തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴാണ് മഹാത്മാഗാന്ധിയുടെ പേര് അതിൽ കൂട്ടിച്ചേർത്തത്. മാത്രമല്ല കോൺഗ്രസ് ഭരണകാലത്ത് മഹാത്മാഗാന്ധിയുടെ പേരിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും പിന്നീട് നെഹ്റു കുടുംബത്തിലെ മറ്റു പല അംഗങ്ങളുടെയും പേരുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയുടെ മഹത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ നൽകേണ്ട ആദരവിനെക്കുറിച്ചുമൊന്നും BJPയെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ബില്ല് അവതരിപ്പിച്ചതും അതുപോലെ തന്നെ ബില്ല് പാസ്സാക്കിയതും. വളരെ ത്വരിതഗതിയിൽ തന്നെ കമ്മിറ്റിക്ക് വിടും അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിടും എന്നൊക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു ബില്ല് വളരെ ത്വരിതഗതിയിൽ തന്നെ വോട്ടിടുകയും അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ പ്രതിപക്ഷത്തെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ലോക്സഭയിൽ അത് പാസ്സാക്കിയെടുക്കുകയുമാണ് ഇന്ന് ഭരണപക്ഷം ചെയ്തിരിക്കുന്നത്. ഇന്ന് സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട വളരെ മനോഹരമായ ഒരു നീക്കമാണ് പാർലമെൻറ്റിൻ്റെ ലോക്സഭയിൽ കണ്ടത് എന്ന് തന്നെ പറയാം. ഈ ബില്ല് ഒരുപക്ഷെ തീർച്ചയായും രാജ്യസഭയിലും അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇതെന്നാകും രാജ്യസഭയിൽ എത്തും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ വിവരങ്ങളൊന്നുമില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ബില്ല് രാജ്യസഭയിലും എത്തിച്ച് ഇത് ഈ സമ്മേളന കാലത്ത് തന്നെ പാസ്സാക്കാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുറപ്പാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസവും അതിനിർണായകമായ ഒരു ബില്ലാണ് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. അത് ഇൻഷുറൻസ് രംഗത്തേക്ക് 100% വിദേശ നിക്ഷേപം കൊണ്ടുവരാനുള്ള ഒരു ബില്ലായിരുന്നു. ആ ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച് സർക്കാർ പാസ്സാക്കുകയായിരുന്നു. അതായത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കോടിക്കണക്കിന് ഡോളറിൻ്റെ വിദേശ നിക്ഷേപം പുറത്തേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ 100% വിദേശ നിക്ഷേപത്തിന് തുറന്നുകൊടുത്തുകൊണ്ട് ഇൻഷുറൻസ് മേഖലയെ തുറന്നുകൊടുത്തുകൊണ്ടുള്ള ഈ നിയമനിർമ്മാണം അത് തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അതൊരു നിർണായക നിയമനിർമ്മാണമായിരുന്നു. അതും കഴിഞ്ഞ 2 ദിവസം കൊണ്ട് പാസ്സാക്കിയെടുത്തു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് പാർലമെൻറ്റിൽ നിർണായകമായ 2 നിയമങ്ങളാണ് ഈ രീതിയിൽ പാസ്സാക്കിയിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം വരുന്ന വികസിത് ഭാരത് ജി റാംജി ബിൽ എന്ന് പറയുന്ന ആ ബില്ലും വലിയ ഒരു മാറ്റത്തിന്, ഒരു വലിയ ഗ്രാമീണ മേഖലയിൽ ഒരു വലിയ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ബില്ലായിരിക്കും, ഒരു നിയമമായിരിക്കും. കാരണം തൊഴിൽ ദിനങ്ങളുടെ എണ്ണം 125 ദിവസമായി വർദ്ധിക്കുന്നു. മാത്രമല്ല
ഒരാഴ്ചയ്ക്കകം ആഴ്ചയ്ക്കാണ് പണം നൽകേണ്ടത്. ഇങ്ങനെ അനിശ്ചിതകാലം ഈ പണം പിടിച്ചു വെക്കാനാവില്ല. ഒരാഴ്ചയ്ക്ക് ഓരോ ആഴ്ചയും ഇതിൻ്റെ കൂലി തൊഴിലാളികൾക്ക് നൽകേണ്ടതുണ്ട്. പരമാവധി 2 ആഴ്ച മാത്രമേ വൈകാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം വൈകിയാൽ ഈ പറയുന്ന ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് തൊഴിലില്ലായ്മ വേതനം നൽകാൻ സർക്കാർ ബാധ്യസ്ഥമാണ് എന്നൊക്കെയുള്ള കൃത്യമായ നിബന്ധനകൾ ഇതിനകത്തുണ്ട്. മാത്രമല്ല, കേന്ദ്രം തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്തുകളിലായിരിക്കും ഇനി പണി നടക്കുക. അതോടൊപ്പം തന്നെ കാർഷിക ആവശ്യവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളെ ആവശ്യമുള്ള സമയത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതി നടത്താൻ അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്ന കൂലി അതിൽ 60-40 എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും എന്ന രീതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അതോടൊപ്പം തന്നെ ചില ഹിമാലയൻ സംസ്ഥാനങ്ങൾ, ഇവിടെയൊക്കെ 90-10 എന്ന നിലയിലായിരിക്കും ശമ്പളം അല്ലെങ്കിൽ തുക അനുവദിക്കുക. അതായത് കേന്ദ്ര സർക്കാർ 90%-വും 10% സർക്കാരും എന്ന നിലയിലായിരിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അത് 100%-വും സർക്കാർ നൽകും എന്ന വ്യവസ്ഥകളാണ് ഈ ബില്ലിലുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രാമീണ വികസിത മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. ഈ രംഗത്തുള്ള അഴിമതി തുടച്ചു നീക്കുക, ഇത്തരത്തിലുള്ള തൊഴിൽ ദിനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം കൂട്ടുക. ഇതൊക്കെ ഈ ബില്ലിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഒരുപക്ഷെ ഈ 60-40 എന്ന ഒരു അനുപാതം ഉള്ളതുകൊണ്ടായിരിക്കാം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതിനെതിരെ വിമർശനം ഉയർത്തുന്നത്, ഈ ബില്ലിനെ എതിർക്കുന്നത്. പക്ഷേ കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ ബില്ലിനെ എതിർത്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ 2 നീക്കങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു. ലോക്സഭയിൽ ഇന്ന് ബില്ല് പാസ്സായിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.